പുതിയ ഇൻസീരീസ് കണ്ടു. ഇറ്റ്സ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. ഔട്ട് ഓഫ് ദി ഫർദർ എന്ന് പറഞ്ഞ പടം കഴിഞ്ഞ പടത്തിൻ്റെ എങ്ങനെയാണോ കഴിഞ്ഞ പടം ബോറടിപ്പിച്ചത് അതേപോലെ തന്നെ 23-ലായിരുന്നു തോന്നുന്നു കഴിഞ്ഞ പടം. അതൊക്കെ ഞാൻ തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. അത്രയും ലാഗ് അടിച്ച് അത്രയും ബോറടിച്ച പടമായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ഇതിൽ കുറേ ജംപ് സ്കെയറും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒന്നും ചെയ്യാത്തൊരു പ്രേതം വെറുതെ വന്ന് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാന്ന് പറയില്ല. ആ രീതിയിലുള്ള സാധനം ഇത് കണ്ട് കണ്ട് മടുത്ത നമ്മൾ ഭയങ്കര അധികം നിർവികാരതയോടെ നമ്മൾ എന്തര കാണിക്കിന് നിനക്ക് വയ്യേ എന്ന് തോന്നില്ലേ? ഈ പ്രേതത്തിന് വയ്യേ? ഇത് വെറുതെ വരിക. വെറുതെ വന്നിട്ട് നമുക്കൊരു പേടി വരണ്ട. ഒരു ഹൊറർ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണം അതിൽ. ഇതൊന്നുമില്ല. ഇത് വെറുതെ വന്ന് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിതുപോലെ വെറുതെ വേറെ ആരെങ്കിലും ശരിക്ക് പേടിപ്പിച്ചാൽ പോലും നമുക്ക് പേടി വരും. ഇതിപ്പോൾ ഈ റീസെൻ്റ്ലി എത്ര ഇൻഡിപെൻഡൻറ്റ് പടങ്ങൾ നമുക്ക് വേറെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് റൂംസ് വന്നു, ഒബ്സഷൻ വന്നു, ലെവിറ്റിക്കസ് വന്നു. അതൊക്കെ അടിപൊളി സാധനങ്ങൾ. ഇതൊക്കെ ഇത്ര വലിയ ഫ്രാഞ്ചൈസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സാധനം. ഇറ്റ്സ് കംപ്ലീറ്റ്. ഈ സാധനം ഇവർ നിർത്തണം. ഇത് ഇനി അടുത്തൊരു പാർട്ട് വരികയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി നോട്ട് പ്രിഫർ ഇറ്റ്. ഞാൻ കഴിഞ്ഞതിനേക്കാൾ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇതിൽ പോയത്. കഴിഞ്ഞത് ഞാൻ പറഞ്ഞില്ല അത്രയും അട്ടർ മോശമായിരുന്നു. ഒരെണ്ണം എത്ര മോശമാക്കിയിട്ട് ഇറക്കാം അതിൻ്റെ അപ്പുറത്ത് മോശമാക്കിയിട്ട് ഇറക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത് ഇറക്കിയിട്ടുള്ളത്. ഇറ്റ്സ് നത്തിങ്. ഒരു 1.5 മണിക്കൂർ ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ് സ്റ്റാർട്ട് ടു എൻഡ് എന്ന് പറയാൻ എനിക്ക് എന്തൊക്കെയോ കാണിച്ച രീതിയിലുള്ളൊരു പടം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പടമാണ്. ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് റെസിഡൻറ്റ് ഈവിളിൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വരാനുണ്ട്. റെസിഡൻറ്റ് ഈവിൾ നല്ല ഫ്രാഞ്ചൈസാണ്. ഈ ഇൻസീരീസിന് മാത്രമാണ് ഇത്രയും പ്രശ്നമുള്ളൂ. ഈവൻ നമുക്ക് ഈവിൾ ഡെഡ് ഇറങ്ങി കഴിഞ്ഞ മാസം നല്ല ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു. വേറെ ലെവൽ സാധനമൊന്നും അല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു. ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെൻറ്റ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ അത് പടത്തിൽ പറ്റിയിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈവൻ മമ്മി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രാഞ്ചൈസിലെ സ്പിൻ ഓഫ് പോലെ ഇറങ്ങിയിട്ടുള്ളൊരു സാധനം. അത് നല്ല രീതിയിൽ നമ്മൾ ഈ കൊല്ലം കണ്ട സിനിമകളാണ്. അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഇത്രയും ഹൊറർ പടങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും വേസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഐ തിങ്ക് ഇൻസീരിയസ്. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ വേസ്റ്റ്. സോ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.